Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് parental productsന്റെ C പാർട്ടിലുള്ള റിമൈനിങ് പോർഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ parental productsന്റെ ഫോർമുലേഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ലാർജ് വോളിയം parentals വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലയോഫിലൈസ്ഡ് പ്രൊഡക്ട്സ്. ഓക്കെ, ലയോഫിലൈസ്ഡ് പ്രൊഡക്ട്സിന്റെ ഫോർമുലേഷൻ ഡീറ്റെയിൽസ് ആണ്. സോ അപ്പോൾ എന്താണ് ഈ ലയോഫിലൈസ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്? എന്താണ് ലയോഫിലൈസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീസ് ഡ്രൈഡ് എന്ന് പറയാം. ലയോഫിലൈസ്ഡ് അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈഡ് പ്രൊഡക്ട്സ് എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ എന്തിനായിരിക്കും നമ്മൾ ഈ ഫ്രീസ് ഡ്രൈഡ് യൂസ് ചെയ്യുന്നത്? അതായത് ദർ ആർ മെനി അതർ പാരന്റൽ ഫോംസ് ഉണ്ട്, ബട്ട് സം പ്രൊഡക്ട്സ് ആർ ലയോഫിലൈസ്ഡ്. കുറച്ച് പ്രൊഡക്ട്സ് ലയോഫിലൈസ്ഡ് അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈഡ് പ്രൊഡക്ട്സ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാരന്റൽ പ്രൊഡക്ട്സ് നമ്മൾ സൊല്യൂഷൻ ആയിട്ട് തന്നെ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സൊല്യൂഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ചില പ്രൊഡക്ട്സ് സൊല്യൂഷൻ ഫോമിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. സോ അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ലയോഫിലൈസ് അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ആന്റിബയോട്ടിക്സ് ലൈക്ക് പെനിസിലിൻ, സെഫാലോസ്പോറിൻസ്, എറിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ക്ലോറാഫെനിക്കോൾ. പിന്നെ അതായത് സൊല്യൂഷൻ ഫോമിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഏതൊരു ഡ്രഗിനെയും നമ്മൾ ലയോഫിലൈസ്ഡ് ആയിട്ടാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പ്രൊഡക്റ്റ് ഈ ലയോഫിലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ഫോമിലായിരിക്കും അല്ലെ, സോളിഡ് ഫോമിലായിരിക്കും. അതിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ട സമയത്ത് വാട്ടർ ഫോർ ഇഞ്ചക്ഷനിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് പ്രൊഡക്ട്സ് ആർ ലയോഫിലൈസ്ഡ് വെൻ പ്രൊഡ്യൂസ്ഡ് ആസ് പാരന്റൽ. അപ്പം ഏതൊക്കെ ഡ്രഗ്സുകളാണോ സൊല്യൂഷൻ ഫോമിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് അതിനെ നമ്മൾ പാരന്റൽസ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ലയോഫിലൈസ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി എന്താണ് ഈ ലയോഫിലൈസേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ലയോഫിലൈസേഷൻ പ്രോസസ്? അപ്പൊ ലയോഫിലൈസേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദി ഫ്രോസൺ സ്റ്റേറ്റ്. അതായത് ഒരു ഡ്രഗിന്റെ ഫ്രോസൺ സ്റ്റേറ്റിൽ നമ്മൾ അതിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്ത് കളയുക. അതാണ് ലയോഫിലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആ ഒരു വാട്ടറിനെ നമ്മൾ ഗേഷ്യസ് ഫോം, ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ആവാതെ ഫസ്റ്റ് ലിക്വിഡ് ഫ്രം എ സോളിഡ് ഫോമിൽ നിന്നും ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ആയിട്ടല്ല ഗേഷ്യസ് ഫോമിലോട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഫ്രോസൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സോളിഡ് ആണ്. നോർമലി അത് നമ്മൾ ഇവാപറേറ്റ് ചെയ്യുമ്പോൾ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഗ്യാസ് റിമൂവ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫ്രോസൺ സ്റ്റേറ്റ്, അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ വാട്ടർ വേപ്പറിനെ ഗ്യാസ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്തൗട്ട് ഗോയിങ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ ലയോഫിലൈസേഷൻ ഇസ് ദ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദി ഫ്രോസൺ സ്റ്റേറ്റ്. ഫ്രോസൺ സ്റ്റേറ്റിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നു, ഫ്രോസൺ സ്റ്റേറ്റ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ വാട്ടറിനെ ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കർപ്പൂരമൊക്കെ നമ്മൾ വെക്കത്തില്ലേ, അപ്പൊ നമ്മൾ കുറച്ച് ദിവസം അത് പുറത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ കാണാതാവും. അപ്പൊ അത് ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ആവത്തില്ല, ഡയറക്റ്റ് അത് എന്താണ് സോളിഡിൽ നിന്ന് ഗേഷ്യസ് ഫോമിലോട്ട് ഇവാപറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെയും. അപ്പൊ പേരന്റൽസിന്റെ ലയോഫിലൈസേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കും. മേ ബി വാട്ടർ ആവാം, അപ്രോപ്രിയേറ്റ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഐസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡ്രഗിനെ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു, അതിനെ ഐസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. നമ്മൾ അതിനെ ഐസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ -50 to -90 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ എന്താക്കുന്നു, ഐസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഐസ് ഫോമിൽ ഇരിക്കുന്ന ഡ്രഗിനെ അതിലേക്ക് നമ്മൾ അതിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വാക്യൂം അപ്ലൈ ചെയ്യും. അപ്പോൾ വാക്യൂം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിനകത്തുള്ള വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്ത് എന്തായിരിക്കും അതിലുള്ള സോൾവെന്റ്സിനെ വാക്യൂം അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഫ്രീസ് ഡ്രൈഡ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോസസ്സ് എല്ലാം എസെപ്റ്റിക്കലാണ് യൂസ് ചെയ്യുന്നത്. അതായത് എസെപ്റ്റിക് കണ്ടീഷനിലാണ് ഈ ഒരു പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ലയോഫിലൈസർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ വയൽസ് എടുക്കുക. വയൽസിനകത്ത് നമ്മുടെ ഈ സൊല്യൂഷനെ ഡയറക്റ്റ് ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ലയോഫിലൈസറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രഗ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു, അപ്പം നമ്മളൊരു വയൽസിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലയോഫിലൈസറിലേക്ക് വെക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ലയോഫിലൈസ്ഡ് പ്രൊഡക്റ്റും ഈ വയൽസിൽ തന്നെ വന്ന് കിടക്കും. ഓക്കെ, സോ ദെൻ വയൽസ് ആർ സീൽഡ് അസെപ്റ്റിക്കലി ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ലയോഫിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വയൽസിനെ ഡയറക്റ്റ് സീൽ ചെയ്യും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വയൽസിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത്
ആ വയൽസിൽ തന്നെ നമ്മൾ ലയോഫിലൈസേഷൻ കഴിയുമ്പോൾ അത് സീൽ ചെയ്ത് പാക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ലയോഫിലൈസേഷൻ പ്രോസസ്. സോ ഇതാണ് ലയോഫിലൈസേഷൻ എക്യുപ്മെന്റ് വരുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് ആക്ച്വലി ലയോഫിലൈസേഷൻ ചേംബർ. ഇവിടെ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രീസ് ആകും. എന്നിട്ട് വാക്വം അപ്ലൈ ചെയ്യും. വാക്വം അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. വാക്വം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള വാട്ടർ കോണ്ടന്റ് എന്തായിരിക്കും, ഡ്രൈ ആവും. സോറി, വാട്ടർ കോണ്ടന്റ് ഇവാപറേറ്റ് ചെയ്യും. ഇവാപറേറ്റ് ചെയ്ത് കണ്ടൻസറിലോട്ട് വരും. ഈ കണ്ടൻസറിലാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, ലിക്വിഡ് സോൾവെന്റിനെ കണ്ടൻസറിൽ കളക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ലയോഫിലൈസറിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ അതൊരു ചേംബർ ഉണ്ടായിരിക്കും. ഈ ചേംബറിലാണ് നമ്മൾ നമ്മുടെ സൊല്യൂഷനെ വയൽസിലാക്കി ഫില്ല് ചെയ്ത് വെക്കുന്നത്. ദെൻ നമ്മൾ അതിനെ റെഫ്രിജറേഷൻ, അതിനെ ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ വാക്വം അപ്ലൈ ചെയ്യും. വാക്വം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിലുള്ള സോൾവെന്റ് ഇവാപറേറ്റ് ചെയ്ത് കണ്ടൻസറിലോട്ട് വരും. ലിക്വിഡ് ആയിട്ട് നമ്മൾ കണ്ടൻസറിൽ അതിനെ കളക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ലയോഫിലൈസേഷന്റെ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? പ്രോസസിങ് എ ലിക്വിഡ് വിത്ത് ഈസ്, അതായത് നമുക്കൊരു ലിക്വിഡിനെ ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫൈ, അപ്പൊ അസെപ്റ്റിക് ഹാൻഡ്ലിംഗ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും അല്ലെ, കുറച്ചുകൂടെ സിമ്പിൾ ആണ് അസെപ്റ്റിക് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം എൻഹാൻസിങ് സ്റ്റെബിലിറ്റി ഓഫ് ഡ്രൈ പൗഡറിന്റെ സ്റ്റെബിലിറ്റിനെ നമുക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലെ. അതിൽ ഡ്രൈ സ്റ്റേറ്റ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഡ്രഗ് സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ റിമൂവിങ് വാട്ടർ വിത്തൗട്ട് ഹാവിങ് ടു ഹീറ്റ്, നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ചിലപ്പോൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രഗ് എന്തായിരിക്കും, ഡീജനറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം റിമൂവിങ് വാട്ടർ വിത്തൗട്ട് ഹാവിങ് ഹീറ്റ് ദ പ്രൊഡക്റ്റ് എക്സസീവ്ലി, നമ്മൾ എക്സസീവ്ലി വാട്ടർ റിമൂവ് ചെയ്യാനായിട്ട് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് എന്തായിരിക്കും, ഡിസൊല്യൂഷൻ വെരി റാപ്പിഡ് ആയിരിക്കും. ഡിസൊല്യൂഷൻ വളരെ ഈസി ആയിരിക്കും. പെട്ടെന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സോൾബിൾ ആകും. അതുപോലെ ഡിസൊല്യൂഷനും ഭയങ്കര കൂടുതലായിരിക്കും. റാപ്പിഡ്ലി ആൻഡ് ഈസിലി ഡിസൊല്യൂഷൻ നടക്കും. ഓക്കെ, സോ ഇത്രയാണ് ലയോഫിലൈസേഷന്റെ അഡ്വാൻറ്റേജസ്. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് വരുന്നത്? എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ലയോഫിലൈസ്ഡ് പ്രൊഡക്റ്റിനെ നമ്മൾ വീണ്ടും ഇഞ്ചക്ട് ചെയ്യാൻ നേരം വേറൊരു സ്റ്റെറൈൽ ഡയലുവെന്റിൽ മിക്സ് ചെയ്തിട്ടാണ് സൊല്യൂഷൻ ആക്കിയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു സ്റ്റെറൈൽ ഡയലുവെന്റിന്റെ ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു എക്യുപ്മെന്റ് കോസ്റ്റ്ലി ആണ്, കോംപ്ലെക്സ് ആണ്, ലോങ് ടൈം പ്രോസസ് ആണ്. അപ്പം കോസ്റ്റ്ലി ആയതുകൊണ്ട് കോസ്റ്റ് ഒരു ഇഷ്യൂ ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദി പ്രൊഡക്റ്റ്. ഓക്കെ, അതുപോലെ മെനി ബയോളജിക്കൽ മോളിക്യൂൾസ് ഡാമേജ് ബൈ ഫ്രീസിങ് ചെയ്യുമ്പോൾ ബയോളജിക്കൽ മോളിക്യൂൾസ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രീസ് ഡ്രൈയിങ് അല്ലെങ്കിൽ ബോത്ത്. ബയോളജിക്കൽ മോളിക്യൂൾസ് ആണെങ്കിൽ ഈ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ബയോളജിക്കൽ മോളിക്യൂൾസിന് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്രോസസ് വളരെ കോസ്റ്റ്ലി ആണ്. ഇത്രയാണ് ലയോഫിലൈസേഷന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ.